بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. سورة الفرقان. بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. ഒന്നാമത്തെ ആയത്ത് നോക്കിയാൽ ഇത് تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. ഈമാൻ കാര്യത്തിൻ്റെ ഉസൂലിൽ എത്ര നാദി വന്നിട്ടുണ്ടെന്നൊക്കെ ആയത്തിൽ ഈമാൻ കാര്യത്തിൻ്റെ ഉസൂൽ എത്രയാണ്? 6. അത് 6 ഉള്ളൂ എന്നല്ല, അത് ഒരു അസലാക്കി വെച്ചിട്ട് അതിൻ്റെ ശാഖാശാഖയായിട്ട് 600 6000 ഉണ്ടാവും. അപ്പം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 അല്ല, അത് 6000 ഉണ്ടാവും. അതിൻ്റെ ഉസൂലിൽ അതതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഓരോന്നിൻ്റെ ശാഖാശാഖയായിട്ട് പിടിച്ചാലുണ്ടാവും, കുറേ വരും. അപ്പോൾ ഉസൂലിൽ ഈമാനിൽ 6 കാര്യങ്ങൾ എത്ര നടന്നു നോക്കിയിട്ട് ആ ആയത്തിൽ സ്വയം കണ്ടുപിടിക്കല്ല. എന്തെല്ലാം നോക്ക്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ് ഒന്ന്. തബാറക്കല്ലദി അവിടെ വന്നു. പിന്നെ മലായിക്കത്താണ് രണ്ടാമത്തെ കലിമത്ത്. പക്ഷെ മലായിക്കത്ത് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ നസ്സലയിൽ നിന്ന് കിട്ടും. ഇങ്ങനെയാണ് ഖുർആനിനെ അള്ളാഹു തആല ഇറക്കാൻ ഉപയോഗിച്ച ശൈലി. പേക്കാക്കിയിട്ട് പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഇറക്കി കൊടുക്കലല്ല. മലായിക്കത്ത് മുഖേന എന്താക്കും, ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പകർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി എത്തിക്കലാണ്. അപ്പോൾ അവിടെ ഒരു മലക്ക് നമ്മൾ പറച്ചിലില്ലെങ്കിലും അത് വന്നു കഴിഞ്ഞു, ആ നസ്സലിൽ നിന്ന് വന്ന്. പിന്നെ മൂന്നാമത്തെ ഏതാണുള്ളത്? മലായിക്കത്ത് കിതാബ്. അതാ ഫുർഖാൻ വന്നാണല്ലോ, നസ്സയിച്ച് വന്നില്ല. അതാ പിന്നെ മുർസലല്ലേ അബദിഹി പോരല്ല. ഇനി ആഖിറം വരുമല്ല, ലിയകൂന ലിൽ ആലമീന നദീറ, ലോകത്തിന് മുഴുവനത്തിനും നദീറാവണം. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് അറിയിക്കുന്ന ആളാകണം. അപ്പോൾ തങ്ങൾ നദീർ മാത്രമോ ബഷീറും കൂടിയാണല്ലോ അല്ലേ? ബഷീറും നദീറും. പക്ഷേ ബഷീർ അവിടെ വെച്ചിട്ടുണ്ടാക്കി നദീർ കൂട്ടാൻ കാരണം താക്കീത് അറിയിക്കപ്പെട്ട ആളുകളാണ് ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ അവരോട് ഇൻവാറാണ് വേണ്ടത്. അപ്പോൾ ഇൻവാറും തബഷീറിൻ്റെയും ഫലം കിട്ടലോടെയാണ് പരലോകത്താണ്. അപ്പം നദീർ അവൻ ഇവിടെ വെച്ചിട്ടില്ല, വരാൻ പോകുന്നുണ്ടെന്ന് അറിയാം. അപ്പം നദീറ എന്ന വാക്കിന് എന്ത് കിട്ടി? പരലോകം കിട്ടി. അപ്പോൾ നസ്സായിക്കൊണ്ടെന്ന് കിട്ടി, അള്ളാനെ കിട്ടി, പിന്നെ ഫുർഖാനെ കിട്ടി, അബദും കിട്ടി, പിന്നെ ഇൽത്തിസാമിയായിട്ട് കിട്ടും. അത് മലായിക്കത്തില്ല. بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. അപ്പോൾ ഇൽത്തിസാമി എന്ന് പറഞ്ഞാൽ എന്താണ്? നേർക്ക് നേരെ ലഫ്ദ് കിട്ടുന്നതിന് മുത്താബക്കാവുന്നത്. ആ ലഫ്ദിൻ്റെ അർത്ഥത്തിൽ തന്നെ കിട്ടും. അതേ അവസരത്തിൽ ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് അതിൽ കൂടി അറിയാം. അതിനകത്ത് തളമുനി. ഒരാൾക്ക് നിസ്കാരം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ റുക്കൂ സുജൂദൊക്കെ അതിലുണ്ട്. എന്താ കിട്ടുന്നത്? നിസ്കാരത്തിൻ്റെ തളമുനിയാണ്, നിസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. ഇപ്പം ചായ എന്ന് പറയുമ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ അതിൻ്റെ തളമുനി എന്താണ്? പാലുണ്ട്, പൊടിയുണ്ട്, പഞ്ചസാര ഉണ്ടെന്ന് കിട്ടൂല.
ഇൽത്തിസാമി എന്ന് പറഞ്ഞാൽ അതുണ്ടായാൽ ഇതുണ്ടാകും. ഒന്നേക്ക് ശറഅ് പ്രകാരം ഇൽത്തിസാം ഉണ്ടാകും, അല്ലെങ്കിൽ ആദത്ത് പ്രകാരം ഉണ്ടാകുക, അല്ലെങ്കിൽ അക്കൽ പ്രകാരം ഉണ്ടാകുക. ആ ഇപ്പോൾ ഇതെന്താണ് അക്കലുണ്ടാ കിട്ടുന്നത്, പക്ഷേ ശറഇയാണ്. നസ്സലയിൽ മലക്കിൻ്റെ ഇടപെടലുണ്ട് എന്ന് കിട്ടിയത് ശറഅ് കൊണ്ടാണ്, ഇതല്ലേ? അതുപോലെ ഒരാൾ നിസ്കരിക്കുന്ന ആൾക്ക് ഒന്നുകൊണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടയില്ല. കാരണം നിസ്കാരം എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കണമെന്ന് ശറഅ് വെച്ചുള്ള നിസ്കാരം ഇല്ല. ഒന്നിനെ പറ്റി അതിന് ചർച്ചയില്ലെങ്കിലും ഉണ്ട് എന്ന് വന്നിട്ടുണ്ട്. അതിനെന്ത് പറയൂ? ഇൽത്തിസാമി. അപ്പോൾ അതെന്തിനാണ് ഓരോന്ന് സമ്മതിക്കുമ്പോൾ ഇപ്പം കുളിച്ചാൽ ദേഹം നനിയോ എന്നുള്ള ഇൽത്തിസാം കൊണ്ട് കിട്ടൂല. ഞാൻ കുളിക്കുന്നതിലല്ല, ദേഹം നനിയുണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒന്നും സമ്മതിക്കുന്നില്ല എന്നർത്ഥം. അഖിലി. അപ്പോൾ നമ്മ സലാത്തുള്ളതിനെതിരല്ല, പക്ഷെ അതിനൊരു സമയം പ്രത്യേകം കാണില്ല എന്ന് നമുക്ക് ഇതിപ്പോൾ തന്നെ പറയുന്നു. ലോകത്തുള്ള ഏതൊരു വാക്യത്താവട്ടെ, എന്തൊരു സംഭവമാവട്ടെ, ഒരു സമയത്തിനോട് ബന്ധപ്പെട്ടിട്ടെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇൽത്തിസാം? സമയബന്ധിതമാവൽ എന്നുള്ളത് ഇൽത്തിസാം. അത് ഇന്ന സമയത്താക്കണമെന്ന് ശറഅ് പറഞ്ഞതാവാം, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന സമയമാകാം. എല്ലാ മാസം 14 റാത്തീബ് ചെല്ലാത്ത വാച്ചാക്കി ശറഅല്ല നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചാലും ശരി, 12:30 ബാങ്ക് കൊടുത്താൽ ളുഹർ നിസ്കരിക്കണമെന്ന് അള്ളാഹ് വെച്ചാലും ശരി, ലോകത്ത് നടക്കുന്ന എന്തൊരു സംഗതി എന്താകും? ഒരു സമാനിനോടും മക്കാനിനോടും ബന്ധപ്പെടാതെ ഉണ്ടാവില്ല. അപ്പോൾ ഇശാക്ക് ശേഷം അദ്ദാദിൽ നിന്ന് എമ്മെതിരുള്ളൂ, അദ്ദാദിന് എമ്മെതിരല്ല എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നീ ഒരു സമയം പറഞ്ഞു അസ്ർക്ക് ശേഷം അതിന് തെളിവില്ലല്ല. ഏത് സമയം പറഞ്ഞാലും സമയം. അപ്പം സമയനിശ്ചയത്തിന് എതിരുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താകും? ഇൽത്തിസാമിന് എതിരുള്ളൂ. നമ്മൾ കുളിക്കുന്നതിനെതിരല്ല, ദേഹം നനയാൻ പാടില്ലാന്ന് എമ്മൻ പറയുന്നുള്ളൂ. പക്ഷെ ഇതൊന്നും ബുദ്ധിപരമായ മന്ദിക്ക് സംസാരിക്കാനുള്ള ഈ ബുദ്ധികളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പം പറഞ്ഞാൽ തിരിയണ്ടേ? ഒരു الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. അപ്പം ഈമാൻ കാര്യത്തിൽ 2 അപ്പുറം കിട്ടിയിട്ടുണ്ട്. കലാവും കദ്റുത ഫഖദ്ദറഹു തഖ്ദീറൻ സമാപനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ 6 കാര്യം. അപ്പോൾ അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദിനാണ് ഒരാൾ വഖഫ് ചെയ്ത്. എന്താ പ്രശ്നം? എന്താ ഉള്ളത് കേസ്? നമ്മൾ തീരുമാനിച്ച് പറയും. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ പോസിറ്റീവായ സിഫത്താണ് പറഞ്ഞിരിക്കുന്നത്. അല്ലദീ ലഹു, അതായത് മുഴുവതിയായ സിഫത്ത്, ലഹു മുൽക്കു സമാവാതി വൽ അർദ്. അടുത്ത പറയാൻ പോകുന്നത് സെൽബിയ സിഫത്താണ്. വലം യത്തഖിദ് വലദ, വലതിനെ ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നല്ലേ സെൽബി. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കിയും സെൽബിയാണ്. വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ പോസിറ്റീവാണ്. അപ്പം വഖഫ് കാഫി. അതിനെ ബാക്കിയുള്ളൂ. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വസ്തുവിൻ്റെ യോഗ്യതയെ പറഞ്ഞത്. യോഗ്യത എന്നാണ് യോഗ്യത ഇല്ലായ്മ ഇല്ല. അപ്പോൾ യോഗ്യതൻ്റെ ഇല്ലായ്മ എന്താണ്? ലാ യഖ്ലുഖൂന ശൈഅൻ, ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ അതിലൊരു ആശാരം ഉണ്ടെങ്കിൽ മേസം സൃഷ്ടിക്കൂലേ? ഒരു പെണ്ണുങ്ങാണെങ്കിൽ അപ്പം ചുടൂലേ? കലയപ്പം, മുട്ടയപ്പം, കലത്തപ്പം. അതെന്തല്ല ഹൽക്കല്ല. ഹൽക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലാതെയുമ്പോൾ തുടങ്ങണോ? ഉള്ള സാധനം തട്ടിക്കൂട്ടലിനെ ഹൽക്ക് എന്ന് പറയൂല.
കസുബ്. അത് കസുബ് മനുഷ്യർക്ക് കഴിയൂല എന്നല്ലല്ലോ, കഴിയൂന്നാന്നല്ല ഖുർആൻ നിറച്ചുള്ളത്. ലഹാമാ കസുബത്തും. എന്നിട്ടോ വഹും യുഖ്ലഖൂനാണ്, ഇവർ പടക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നോ ഓറെ സ്വന്തം തടിക്ക് തന്നെ വെറോ നഫ ഉണ്ടാക്കാൻ വിൽക്കാക്കുന്നില്ല. മൗത്തും ഹയാത്തും ഒന്നും വിൽക്കാക്കില്ല. ഇതാണ് അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളുടെ ഇത് അയോഗ്യത. ഇതിനാണ് ആരാധിക്കുന്നത്, ഇലാഹാക്കിയത്. ഇലാളോട് وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. തിരക്കൂട്ടുന്നേറ്റാണ്, തിരക്കൂട്ടി എല്ലാം പോയി. ഖുർആനെ പറ്റിയിട്ട് ആക്ഷേപം പറഞ്ഞതാണ്. അസാതീറുൽ അവ്വലീൻ, പൂർവികന്മാരാ ഉണ്ടാക്കിയ എന്തെല്ലോ കെട്ടുകഥകളും കുറേ ലേഖനങ്ങളും ഇതൊക്കെയാണ്. എന്നിട്ടോ ഇത്തബഹ വഹിയാത്തും ലാ അലൈഹി, അത് രാവിലെയും വൈകുന്നേരം ഉറക്കം ഇട്ട് കൊടുക്കുന്നു. എന്നാൽ അതിന് മറുപടി അതാണ്ട് قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. അങ്ങനെ കെട്ടുകഥകളോ വേറെ ആരോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കുന്നൊന്നുമല്ല. ഖുൽ അൻസലഹു الذي يعلم السر في السماوات والأرض, ആകാശങ്ങളിലും ഭൂമിയിലും രഹസ്യം അറിയുന്ന അള്ളാഹു. അപ്പോൾ രഹസ്യം അറിയുന്നത് പരസ്യം അറിയുമെന്ന് പിന്നെ പറയേണ്ടിയില്ലല്ലോ. രഹസ്യം അറിയുന്ന പറയുമ്പോൾ പരസ്യം അറിയുന്നത് പിന്നെ വേറെ പറയേണ്ടയില്ല. അവൻ ഇറക്കി കൊടുത്തതാണ്. ഇപ്പോൾ ഖുർആൻ്റെ മഹത്വം അറിഞ്ഞു വന്നിട്ട് ഇനി അമ്പിയാക്കളെ പറ്റിയാണ് പറയുന്നത്. ഒരു കച്ചവട കൽക്കലത്ത് വേണ്ട ആവശ്യമില്ലല്ലോ. قالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അപ്പോൾ റസൂലിനുണ്ടാവണ്ടേ വാജിബായ സിഫത്തുണ്ട്, മുസ്തഹീലായ സിഫത്തുണ്ട്, ജായിസായ സിഫത്തുണ്ട്. ഇതൊക്കെ പഠിക്കലും ഒരു മുക്കല്ലഫിന് വാജിബായ ഇൽമാണ്. അപ്പോൾ ജായിസായ സിഫത്ത് കണ്ടിട്ടാണ് എന്താകുന്നത്, അതിനെ ഒപ്പിച്ചിട്ട് ഇവർക്ക് റിസാലത്ത് ഇല്ല എന്ന് സ്ഥാപിച്ചെടുത്തത് ഇങ്ങനെയാണ്. ഇതാ നോക്ക്, മാലിഹാദർ റസൂൽ, ഈ റസൂൽ എന്ത് പറ്റി? യഅ്കുലു തആം, ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? കഞ്ഞി കുടിക്കും, ചോറ് കഴിക്കും, പൊറോട്ട തിന്നും, ചാറ് കൂട്ടും, താമായ എല്ലാം കഴിക്കും. അതാ അല്ല ഹലാലാക്കിയെന്ന് മാത്രമല്ല, പിന്നെ കൊല്ലിലും തഫ്സീസ് നമ്മൾ പണ്ടേ ആക്കിയില്ലല്ല. അല്ല തഫ്സീസ് വരി ജമ്മുൽ ജാമി പറയുന്നത് തഫ്സീസില്ലേന്ന്. ഒരു പൊതുവായ കൊല്ലിൽ നിന്നെന്താക്കും, അക്കലിൻ്റെ തെളിവ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ദലീലിൻ്റെ അടിസ്ഥാനത്തിൽ എന്താകും ഒരെണ്ണത്തിൻ്റെ മൈനസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ യഅ്കുലു തആമ എന്നല്ല, എല്ലാ തആമും കഴിക്കും എന്നല്ല പറയുന്നത്. അന്ന് ഹലാലാക്കിയ തആമ മാത്രം കഴിക്കും. മറ്റോ വയംശീ ഫിൽ അസ്വാഖ്, അങ്ങാടി കൂടി നടക്കും, പെറക്കലിനെ കുത്തിരിക്കല. ഇത് വെച്ചുകൊണ്ടാണ് എന്താക്കുന്നത് റസൂലല്ല എന്ന് പറയുന്നത്. അനാദം തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ജായിസായ കാര്യം അമ്പിയാക്കൾക്ക് ഉണ്ടാകും, അതോറെ സ്ഥാനത്തിനെ കുറക്കൂല. എന്നിട്ട് അവർ എന്താണ് ഒരു മലക്കിനെ അയച്ചൂടെ? മലക്കിനെ അയച്ചവർക്ക് മലക്കാൻ തിരിയോ? ഈ അയച്ചത് മലക്കാന്ന് തിരിയില്ലല്ലോ. തിരിയണമെങ്കിൽ എന്താക്കണം, തിരിനാളെ പറഞ്ഞു കൊടുക്കണം. അത് റസൂലായിരിക്കണം പറഞ്ഞു കൊടുക്കണ്ടേ. അവിടെയും ചോദിച്ചൂടെ, അവിടെയും മലക്കൊന്നുകൂടെ. ഈ ചോദ്യം ഉണ്ടാ തീരില്ലേ? അതിനകത്ത് അസൽസുലു എന്ന് പറയില്ലേ, തീരാത്തത്. അതായത്
അത് ആ നദീറായിട്ട് വരണം അവിടെ കൂടെ. അതായത് മലക്കിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് വരിക. കഴിഞ്ഞ ആയത്ത് പറഞ്ഞ പാട് എന്തിനാ ഗഫൂർ റഹീം ഉപയോഗിച്ചത്? അതൊന്നും ഇനി എഴുതണം. അതായത് ഖുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദിൻ്റെ സമാപനത്തിൽ അള്ളാഹിൻ്റെ 2 വസ്ഫ് പറഞ്ഞു. ഒന്ന് ഗഫൂറും റഹീമുമാണ് എന്ന്. അപ്പോൾ അതൊന്ന് പരിചയമേ കിട്ടൂ. നമ്മൾ സ്വന്തം ആലോചിച്ചൊന്നും കിട്ടൂലല്ല. എന്തായാലും റസൂലിനെ പറ്റി പറഞ്ഞ് തീർന്നിട്ടില്ല. അതാ ഓർക്ക് നിധി ഇറക്കി കൊടുത്തൂടെ. എപ്പോഴും ഒരു പാപങ്ങളായിട്ടാണ് കാണുന്നത്. എന്ന് മാറ്റി കല്ലത്തെല്ലാം വെച്ച് കെട്ടിയിട്ട് ചിലപ്പോൾ തുന്നി കൂട്ടിയ കുപ്പായിലുണ്ടായില്ലേ. അല്ലെങ്കിൽ ആ തക്കൂനുലഹു ജന്നത്തും ഞകുലുമില്ല. അവർക്കൊരു തോട്ടം ഉണ്ടായിട്ട് അതിനെ അടിച്ച് തിന്നട്ടെ, അങ്ങനൊന്നും ഉണ്ടായിക്കൂടെ? അതൊന്നും നബിക്ക് ആവശ്യമില്ല. അപ്പം അനിവാര്യമായ അവർക്ക് ബശരീയായ ഔസാഫിനെ നിഷേധിക്കുകയും ചെയ്ത് ഇവർക്ക് വേണ്ടാത്ത കാര്യം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. അതെ അതെ, വലിയ തോട്ടം അടിച്ചത് ചാപ്പിടുകയല്ല. അങ്ങനത്തെ റസൂലാക്കണമെന്നില്ലല്ലോ. وقال الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. അറിയില്ലേ? ഇനി യോന്നല്ല, അങ്ങനെ അതൊക്കെ അറബി ഭാഷയിൽ തന്നെ ഇല്ല. അത് പറയാം, ഞാൻ പറയാനെങ്കിൽ പറയാലും ഉണ്ടാതിരിക്കുക. എത്ര കൊല്ലായി പറയാനുണ്ടെങ്കിൽ യോന്നില്ല. أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا ولا تمرون لهم فيها ما يشاءون خالدين كان على ربك وعدا مسئولا. ويوم يحشرهم وما يعبدون من دون الله ويقول أأنتم أضللتم عبادي هؤلاء أم ضلوا السبيل أم هم فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل. قالوا سبحانك لا علم ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا ولكن متعتهم وآباءهم حتى
حتى نسوا الذكر وكانوا قوما بورا. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞേ ഇപ്പം മറുപടി കൊടുത്തില്ല. തങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളെ അയച്ചിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവർ അങ്ങാടിയിൽ പോകുന്നത് രണ്ടും തന്നെയാണ്. അപ്പം ബശരിയായ ഔസാഫ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉസൂല് വെക്കുന്നതിനാണ് ഇവർക്ക് നിശാനത്തില്ലാന്ന് വ്യക്തം പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഒരു ഉസൂല് വെക്കുന്നതിനെന്താ ഒരു ഉദ്ദേശം ഒന്നുണ്ടാവും. അപ്പം അതിന് മുഖദ്ദിമാക്കും. ഇവർ റസൂലായിരുന്നുവെങ്കിൽ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഏതാ മുഖദ്ദമും താലി. റസൂലായിരുന്നുവെങ്കിൽ എന്നുള്ളത് മുഖദ്ദമ്, ഭക്ഷണം കഴിക്കില്ല താലി. അപ്പം എന്താക്കും? ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം ആ താലിനെന്താക്കണം? തിരിച്ചിടണം. അതുകൊണ്ട് റസൂലല്ല. താലി വാത്തിലായ എന്താകും? മുഖദ്ദമ് വാത്തിലായി. തന്നെ മന്ദിക്ക് എന്തെങ്കിലും ചക്കലെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പം ഭക്ഷണം കഴിക്കൂല എന്നുള്ള ഇപ്പം റസൂലാണെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്ന ഉസൂല് വെച്ചതിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതാണ് റസൂലല്ല, റിസാല തോരിക്കളയാൻ വേണ്ടിയുള്ള തീയതിയാണത്. അത് മനസ്സിലായ? ആ അപ്പം എല്ലാവർക്കും എന്താണ്? മലായികത്തിന് ഇറക്കണം. മലായികത്തിന് ഇറക്കണം ഇതെൻ്റെ ആവശ്യം. എന്താ? വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന ലൗലാ ഉൻസില അലൈനൽ മലായിക. മലായികത്തെ ഇറക്കിക്കൂടെ? ഇറക്കിയത് മലക്കാന്ന് തിരിയണേ. മലക്കിനെ തന്നെ ഇറക്കി. എന്നാൽ ഇത് തിരിയൂലല്ലോ. വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസ്. മലക്കിനെ മലക്കായ കോലത്തിൽ ഇവർക്ക് കാണൂല. കാണുന്ന കോലത്ത് ഇറക്കിയാൽ ബഷറാവും. ബഷറാകുമ്പം ചോദിക്കും പിന്നെ ഇത് മലക്കിന് ഇറക്കിക്കൂടെ? അല്ലെങ്കിൽ ആ ഇറക്കിയത് മലക്ക് തന്നെയാണ് എന്നെന്താ സ്ഥാപിച്ചു കൊടുക്കണം. ഞാനാ പറഞ്ഞു കൊടുക്കില്ലേ? വേറെ റസൂല് വേണം. അല്ലെങ്കിൽ പിന്നെ എന്താക്കണോ? അവർ വന്ന് ഞാൻ മലക്കാന്ന് പറയില്ല. അതായത് നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാലാ ഇത് വേറെ ആൾ പറഞ്ഞു കൊടുക്കില്ല. എന്ത് ഏത് കൊല്ലത്തിലെടുത്താലും കുടുംബമല്ല ചെറുന്ന് പറയും. അതുപോലെ റബ്ബിനെ കാണണം പോലും. അവൻ എറാ റബ്ബന ഇനി പറയുന്ന മലക്കിനെ ഇറക്കിയാൽ ഇവിടെ അതാപറക്കാനാ വരിക. അത് ഗുണകരമല്ല എന്ന് പറയും. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا. يعني وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. يعني മുസ്തഖറം വാൻ്റെ ഇതാമ പോയില്ലേ? യൗമൈദിൻ്റെ അവിടെ ഇദ്ഹാറല്ലേ വേണ്ടി? അവിടെ ആ നൂന് തൊട്ടിട്ട് ഇളക്കിയാലേ ഉള്ളൂ. ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا
الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا അതിന് ബാക്കി അങ്ങോട്ട് ഓർക്കണം. يا ويلتى ഞാൻ വല്ലാണ്ട് നിട്ടുണ്ടല്ല ഒറ്റ ലീഫ്. يا ويلتى ليتني لم أتخذ فلانا خليلا ഒന്നും കൂടി. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا ആയിട്ടില്ല. وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا യശത്തിലൊക്കെ ഇങ്ങനെ ആയത്ത് ഖുർആനിൽ ഇല്ലാന്നാണ് അത് പഠിച്ച ജാഹിലി പറഞ്ഞിട്ട്. വേറെ പഠിച്ച ജാഹിലി പറഞ്ഞല്ലാത്ത മക്കത്തിറങ്ങിയ നമുക്ക് പോകുന്നതല്ല. അങ്ങനെ പഠിച്ച ജാഹിലിയങ്ങൾ പറയുന്നുണ്ട്, പഠിക്കാത്ത ആലമ്യങ്ങളും പറയുന്നുണ്ട്. മൂന്നായത്തെ പുറത്ത് ഖുർആനല്ല എന്ന് തൊട്ട് വന്നേക്കവുമില്ലേ? മൂന്നായത്തെ കൊണ്ട് ഖുർആനല്ല എവിടെ വരുന്നത്? അതാണ് പഠിച്ച ജാഹില്. കാരണം ഇങ്ങനെ പറയണമെങ്കിൽ കാര്യം പഠിക്കണം. ഈ കോലത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ ജാഹിൽ വേണം. അതാ പഠിച്ച ജാഹില്. സാധാരണക്കാർക്ക് കഴിയില്ല അത്. അതാ ഇവരുടെ മൊബൈലിലാവുന്നത് ഇതൊന്നുമില്ലേ? وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. എനിക്ക് കുഫാനുള്ള വേറെ പരാതി എന്താണ്? 23 കൊല്ലം കൊണ്ട് കുറേശ്ശനായിട്ട് ഖുർആൻ ഇറക്കി. അത് ഒറ്റയടിക്ക് ഇറക്കിയിട്ട് ഒരു ഗ്രന്ഥ രൂപത്തിൽ എന്താക്കുക? മൂസാ നബിക്ക് തൗറാത്തെല്ലാം കൊടുത്ത് നടത്താൻ അങ്ങനെ കൊടുത്തുകൂടെയാണ്. അപ്പം അള്ളതിന് മറുപടി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇറക്കുള്ളൂ. എന്തുകൊണ്ട്? ആ വന്നത് എന്താക്കണം? ഇങ്ങനെ പഠിച്ചിട്ടും പ്രാക്ടീസ് ആക്കിയിട്ടും എല്ലാം ഉറച്ചിരിക്കണം. ഒറ്റയടിക്ക് അങ്ങനെ ആക്കി കൊടുക്കല്ല. ഇത് പിടിച്ചോളി എന്ന് പറയാനല്ല. എന്താ? وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. അതിന് മറുപടിയും പറഞ്ഞു. അത് സൂറത്തുൽ ഇസ്രായിലുണ്ടല്ലോ അങ്ങനത്തെ അല്ലേ? എടുത്തേ കൊണ്ടുപിടിച്ചെന്ന് അതിലോ وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا. പഠിക്കാനും പഠിപ്പിക്കാനുള്ളൊരു പ്രത്യേക ഒരു മനഃശാസ്ത്ര തിയറിയാണിത്. കുറേശ്ശം കെടുക്കളാക്കി മാഷ് വരട്ടെ അല്ലേ? ഒട്ടാതെ സിലബസിൻ്റെ ബുക്ക് ദേശം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കൊടുക്കല. അതിനെന്താക്കണം? ഒരു കൊല്ലത്തേക്കുള്ള സിലബസ് ഒരു മാസത്തേക്ക് ഓഹരി വെക്കണം. ഒരു മാസത്തേക്കുള്ള ഓഹരി ഒരാഴ്ചക്കേക്ക് ഓഹരി വെക്കണം. ഒരാഴ്ചക്കേക്കുള്ളത് മണിക്കൂറോ മിനിറ്റോ വെച്ചിട്ട് എന്താക്കണം? എത്ര കലിമത്തെ പഠിപ്പിക്കണമെന്ന് നോക്കണം. അങ്ങനല്ലേ അറിയില്ല? എന്തിറക്കിയാലും എത്ര പറയണമെന്ന് ഒരു കൂട്ടർ പഠിച്ചിട്ടുള്ളത്. ഏത് രൂപത്തിലാക്കിയാലും
അതിന് കുറ്റം കുറവ് പറഞ്ഞാലേ പറ്റും. അങ്ങനൊന്നുമില്ല. ഒരു ഭർത്താവിനെ അവര് ഭാര്യ സമ്മതിക്കൂല, എന്ത് പറഞ്ഞാലും എത്ര ആളാണ്. അവസാനം എന്തെങ്കിലും സമ്മതിപ്പിക്കട്ടെ വെച്ചിട്ട് മൂപ്പറത്തൊക്കെ ബാലൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കാണിച്ചു കൊടുത്തു. വലിയൊരു അജമായിട്ട് പറഞ്ഞു, ഞാനൊരാളെ കണ്ടിട്ട് ഇങ്ങനെ പറക്കുന്നു, പച്ചു പറക്കും പോലെ പറക്കുന്നതെന്ന് ആര് പെണ്ണുങ്ങും പറഞ്ഞു. അജമായിട്ടാ പറഞ്ഞത്. അത് ആരാന്ന് എനിക്കില്ല, ഇല്ല ഞാനാണ്. അതിൻ്റെ ഒരുപാട് ചെരിഞ്ഞു പോയി നീ. അപ്പൊ ചുരുക്കത്തിൽ എന്തിനൊന്നുണ്ടാവും, എത്രാന്ന് പറഞ്ഞാലേ പറ്റും. അൽപ്പെട്ട ഇപ്പോഴത്തെ താല്പര്യം പിടിച്ച പുത്തനാശേഖർ അങ്ങനെ തന്നെയാണ്. എന്ത് പറഞ്ഞിട്ട് ആവൂല. അതാ കദാലിക്കൽ യുസബ്ബിത ബിഹി ഫുആദക്. കുറേശ്ശനായിട്ട് ഇറക്കുന്നതിൽ ഒരു തിയറി ഉണ്ട്. വറത്തൽനാഹു തർത്തീല. ഇനി അതാ പറയണ്ട, ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. ഇനി ഒരാൾ ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا. ഒന്നുകൂടി. فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. അപ്പം എന്താ ചുരുക്കത്തിൽ അവിടെ പറഞ്ഞു തീർത്തു. പക്ഷെ തർത്തീബിലല്ല. കാരണം മൂസാ നബീൻ്റെ മുമ്പാണ് നൂഹ് അലൈഹി ഇസ്ലാം ഉണ്ട്. വാക്യത്തിൽ തർത്തീബ് പോലത്തില്ല. ഇനി വഖൗമ നൂഹിൻ. وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. എന്നിട്ടോ പിന്നെയും അതിനപ്പുറത്തേക്കാവും. അത് وعادا وثمود وأصحاب الرس وقرونا بين ذلك كثيرا. അപ്പം എത്ര തന്നെ അനുസ്മിച്ച് ഖൗമ നൂഹ്. നൂഹിന് ശേഷമാണ് ഇത് ആദ് സമൂദ്. പിന്നെ ولقد أتوا على القرية التي أمطرت مطر السوء أفلم يكونوا يرونها بل كانوا لا يرجون نشورا. وإذا رأوك إن يتخذونك إلا هزوا أهذا الذي بعث الله رسولا. ഉണക്കണ്ടോ? ശത്രുക്കളെ ഏത് കാലത്തുള്ള പരിപാടി ഇത് തന്നെ. അതാ വൈതാറ തങ്ങളവർ കണ്ടാൽ ഇഞ്ഞത്തഹിദൂനക ഇല്ലാ ഹുസുവ, പരിഹാസമല്ലാണ്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ടെന്താ ഇയാളെ ആ റസൂലൊക്കെ അയച്ചു കറിയാ അഹാദല്ലദീ ബഅസല്ലാഹു റസൂല. എന്നിട്ടോ ഇൻ കാദ ലയുളില്ലുനാ അൻ ആലിഹത്തിനാ ലൗലാ അൻ സബർനാ അലൈഹാ. നമ്മളെ ആലിഹത്തിനെ ബോധം പോലെ മുറുക്കി പിടിച്ചിട്ടില്ലെങ്കിൽ ഇയാളെന്താക്കും, നമ്മളെല്ലാം തെറ്റിച്ചറിയും. അതിനല്ല മറുപടി കൊടുക്കുന്നു. വസൗഫ യഅലമൂന ഹീന യറൂനൽ അദാബ മൻ അദല്ലു സബീറ. ഇനി كاد ليضلنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا.
أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا ألم تر إلى ربك كيف مد ظل ألم تر إلى ربك كيف مده ألم تر إلى ربك كيف مد الظل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا وهو الذي أرسل الرياح بشرا ബുഷ് നീ കളക്കലത്ത് വേണ്ടാത്ത സ്ഥലത്ത് നീ കളക്കലത്ത് കൊട്ടുന്നു ബുഷ് وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا ഹുറാ എന്നിട്ട് ഹാ പറഞ്ഞ ഹുറാഹ് എന്നുകൊണ്ടൊരു ഹാ പറഞ്ഞിട്ടുണ്ടോ وأنزلنا من السماء ماء طهورا لنحيي وعليكم السلام لنحيي به بلدة ميتا لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا لنحيي രണ്ട് ആളുണ്ടാടെ لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا ولو شئنا لبعثنا في كل قرية نذيرا فلا تطع الكافرين وجاهدهم به جهادا كبيرا وهو الذي مرج البحرين هذا عذب فرات وهذا ملح ഉജാജല്ല സാധനം നടത്തിപ്പോയത് وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا അതിനെപ്പറ്റി പണ്ട് കാര്യം വരുന്ന ക്ലാസ് എടുത്തത് ഓർമ്മയുണ്ടോ ഉപ്പ് വെള്ളവും രണ്ട് വെള്ളം കൂടെ അപ്പോൾ ഉപ്പ് ഇങ്ങോട്ട് കയറിയിട്ട് മറ്റേ വെള്ളം കേട് വരുന്നില്ല മറ്റേ കയറി ഉപ്പ് കുറയൊന്നുമില്ല കടലിൽ പോയപ്പോൾ രണ്ടുണ്ടല്ലോ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ രണ്ട് വെള്ളം വെച്ച് ഒന്നിൽ ഉപ്പുണ്ടാവും ഒന്നിൽ ഉപ്പുണ്ടാവില്ല ഇതിൻ്റെ ഇടയിൽ എന്താ കൂടിച്ചേരാത്തതായിരിക്കും എന്താ വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ ഭാര്യ പോയതല്ലേ മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക് കടലും ഒന്നിക്കുന്ന സ്ഥലമുണ്ട് ജിബ്രാൾട്ടർ കടലിടുക്ക് അവിടെ
അള്ളാഹുവിൻ്റെ അജാബായിട്ടാണ് കിടക്കുന്നില്ല. وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا ويعبدون من دون الله ما لا ينفعهم ولا يضرهم وكان الكافر على ربه ظهيرا. أرسلناك إلا مبشرا ونذيرا. قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش الرحمن فاسأل به خبيرا. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أتسجد لما تأمرنا وزادهم نفورا. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا
ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العلي العظيم. മുതഫാവിലി ആയിട്ടില്ല, മക്കത് നിസാമനി പിന്നെ അല്ലേ. എന്നാൽ പിന്നെ അത് 9-ാമത്തെ ആയത്ത് വരെ കൊടുക്കും പൈസ പാസിങ്. تلك آيات الكتاب المبين لعلك باخع نفسك ألا يكونوا مؤمنين إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.